സമാനമായ ഒരു കേസാണ് കൊല്ലം ചിതറയിൽ നിന്നുള്ളത്. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയെന്ന് പരാതി. 29-കാരനായ അരുണാണ് ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ചത്. മൈക്രോ ഫിനാൻസുകാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. മൈക്രോ ഫിനാൻസിന്റെ ഭീഷണിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ചിതറയിലാണ്. ചിതറയിൽ അരുൺ എന്ന ചെറുപ്പക്കാരൻ്റെ അതിദാരുണമായ ഒരു അന്ത്യമാണ് ഈ വീട്ടിനെ വളരെയധികം ദുഃഖത്തിലാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ അരുണിൻ്റെ സഹധർമ്മിണി അടക്കം എല്ലാവരും കൊണ്ട് നിറകണ്ണുകളോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മൈക്രോ ഫിനാൻസ് ഇവിടെ വരികയും അവരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ അദ്ദേഹം ജീവനെടുത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഞാൻ ഇവിടെ ഷോപ്പിൽ ജോലിക്ക് പോകുന്നു. അവിടെ നിന്ന് ഫോൺ വിളിച്ച് കിട്ടാതായപ്പോഴാണ് നേരെ വീട്ടിലുണ്ട്. നേരെ ഇരുട്ടിയായിരുന്നു. അപ്പം അതിനു മുന്നേ 4:48 ലാസ്റ്റ് വിളിച്ചായിരുന്നു. ടീച്ചർ പറഞ്ഞ് എടി ഇങ്ങനെ എല്ലാ അഞ്ചിക്കാർ വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കുന്ന ജോലിയില്ലല്ലോ, എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, കൊടുക്കത്തില്ല എന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് എൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അതിന് പറഞ്ഞാൽ അവർ വിളിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാൻ്റെക്കാർ വിളിക്കുന്നതുകൊണ്ട് കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ എന്നെ വിളിച്ചില്ല. വിഷമമായോണ്ടായിരിക്കും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. വിളിച്ചിട്ട് എന്നെ വിളിക്കണേന്ന് പറഞ്ഞിട്ടൊന്നും വിളിച്ചില്ല. പക്ഷേ നല്ല വിഷമമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യത്തില്ല. ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരു നിഴൽ പോലെ അവർ കണ്ടു. പിന്നെ വന്ന് അവരെല്ലാവരും കൂടെ കതവ് ചവിട്ടി പൊളിച്ചപ്പോഴും അപ്പം അതിനകത്ത് ഇങ്ങനെ മരണപ്പെട്ട് നിൽക്കുന്നത് അവർ കണ്ടത്. അപ്പോഴ് വിളി കേട്ടപ്പോൾ തന്നെ അമ്മമാർ ഓടിക്കളയും. അവരിന്ന് പയ്യന്മാരെല്ലാം കൂടെ ഓടിയിട്ട് കിട്ടി. എൻ്റെ മോൻ നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരു കുടുംബത്തിൽ ഞാനൊരു വേദന ഉണ്ടാവരുത്. അസുഖബാധിതനായിരുന്നു അരുൺ എന്നാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസം മാത്രമേ അവർക്ക് അടവ് മുടക്കമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാവകാശം ആവശ്യപ്പെട്ടിട്ടും അവർ അത് നൽകാൻ തയ്യാറായില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അരുണിൻ്റെ പിതാവ് നമ്മളോടൊപ്പം ചെയ്യുകയാണ്. പരാതി കൊടുത്തിട്ടുള്ളൂ. പരാതി കൊടുത്തായിരുന്നു. അത് കൊടുത്ത് ഇപ്പോൾ എൻ്റെ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഫൈനാൻസിൻ്റെ പേരും കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ റീപെറ്റിഷൻ നേരെ കൊടുത്തിട്ടുണ്ട്. മാസം റീപെറ്റിഷൻ കൊടുത്തിട്ട് അത് CI തരത്തില്ലാത്തതുകൊണ്ട് അത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അത്ര മനോവിഷമത്തോടെ അല്ലെങ്കിൽ അവൻ ചെയ്യത്തില്ലത്. കാരണം വെച്ചാൽ അന്ന് അവൻ പറഞ്ഞ് നിനക്ക് പണി, എന്നിട്ട് ഇളയ മോള് വിളിച്ചപ്പോഴും പറഞ്ഞ് ചേട്ടന് പണി കുറവാണ്, 2 ദിവസം പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ ചേട്ടൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഫോൺ കൊടുത്ത് സംസാരിച്ച് അത്രമാത്രം ടോർച്ച് ചെയ്താണ് ഇന്ന് ഇവിടെ ചെയ്തത്. പൊടി കൊച്ചിനെ അനിയത്തിന് മുമ്പാക്കിയിട്ട് ഞാൻ എന്താ വരുന്നു മേളിലോട്ട് പോയിട്ട് വരുന്നതും പറഞ്ഞ് പോയ ആൾ ഇത് ചെയ്തു കഴിഞ്ഞു. ഈ മരണം നടക്കുന്ന സമയത്തും പുള്ളിക്കാരന്മാർ ഇവിടെ ഉണ്ട്. അരുണിനെ മൈക്രോ ഫിനാൻസുകാർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. വലിയ രീതിയിലുള്ള പീഡനം, മാനസികമായിട്ടുള്ള പീഡനം അരുണിന് ഏൽക്കേണ്ടി വന്നു. അതാണ് ഇത്തരത്തിലുള്ള ഒരു ജീവൻ വെടിയാൻ ഉണ്ടായ കാരണം എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.